അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കാന്തപുരം ഉസ്താദ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത് പല ആളുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പല ആളുകളും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം, വിശ്വാസികളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ നല്ലതേ വിചാരിക്കാവുള്ളൂ. മുസ്ലിം സമുദായത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി രാപ്പകൽ ഭേദമന്യേ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉഖ്റവിയായ ആലിം, ഒരു പണ്ഡിതൻ, അദ്ദേഹം എന്തെങ്കിലും പരാമർശം നടത്തുമ്പോൾ കഴിയുന്നത്ര അത് നല്ലതിന് വേണ്ടിയിട്ടാണ്, നന്മയാണ് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയപ്പെട്ട മഷ്ഹൂറായ ഒരാളിൽ നിന്ന് പ്രത്യക്ഷത്തിൽ തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാൽ അത് തെറ്റാണ് എന്ന് പറയാനാണ് 99 ന്യായങ്ങളുമുള്ളത്. അത് ശരിയാണ് എന്ന് പറയാൻ ഒരു ന്യായത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉസൂലുകളിൽ പറയുന്നത്. ളുന്നൂ ബിൽ മുഅ്മിനീന ഖൈറ, വിശ്വാസികളെ സംബന്ധിച്ച് നിങ്ങൾ നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ റമദാൻ മാസത്തിൽ പോലും ആദരണീയനായ ഉസ്താദിനെ സംബന്ധിച്ച് പല ആളുകളും ഇങ്ങനെ അനാവശ്യമായ വിമർശനങ്ങളും പരദൂഷണങ്ങളും ഉയർത്തുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ആളുകൾ പറയുന്നത്, നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഇല്ല എന്ന് വേണം അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്യാണ്ടിരുന്നത് ഈ ഹദീസിന്റെ ലംഘനമാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. ഇത് കിതാബ് ഓതിയ പല മുസ്ലിയാക്കന്മാരും ഒക്കെ തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ആ മുസ്ലിയാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എവിടം കൊണ്ടാണ് കിതാബ് ഓതിയത്? ആ ഹദീസിന്റെ അർത്ഥം ശരിക്കൊന്ന് വെച്ച് നോക്ക്. അഫ്ളലുൽ ജിഹാദി, ജിഹാദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കലിമത്തു ഹഖ്ൻ, സത്യത്തിന്റെ വചനമാണ്. ഇൻദ സുൽത്താനിൻ ജാഇരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ. അപ്പൊ അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ വെച്ച് ഹക്കിന്റെ ഒരു കെലിമത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് ഉരുവിട്ട ദിക്ർ ചെല്ലും പോലെ. അത് കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി ചെന്നപ്പോ നരേന്ദ്രമോദിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പതുക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് മോഡി കേട്ടോളണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങളെ കേൾപ്പിച്ചോന്നുണ്ടോ? ഇപ്പൊ ഖുതുബയുടെ ഷർത്തുകളിൽ ഇസ്മാഉ അർബഈന, 40 ആളുകളെ കേൾപ്പിക്കണം എന്നൊരു ഷർത്തുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ഹക്കിന്റെ കെലിമത്ത് നുതുക്ക് ചെയ്യുമ്പോൾ അത് ആ ജായിറായ സുൽത്താൻ കേൾക്കണമെന്ന് ഏതെങ്കിലും ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദലീൽ കൊണ്ടുവരൂ, മൗലവി കാണിച്ചു തരൂ. ആണോ? അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഷാഫി മദ്ഹബില് മുടി തല തടവുന്നത് പോലെയാണ്. നിസ്കാരം ഉളൂവിന്റെ ഫർളുകളിൽ പെട്ടതാണല്ലോ തല തടവല്. അത് വലൗബഅദ ശഅറത്തിൻ, അത് ഒരു മുടിയാണെങ്കിലും ശരിയേ, പയ്യ ഒരു മുടിയും ഇങ്ങനെ തടവിയാൽ മതി, ഉളൂ ശരിയാവും എന്നുള്ളതാണ് ഷാഫി മദ്ഹബ്. എന്ന് പറഞ്ഞ പോലെ ഈ ഹദീസ് പാലിക്കാൻ വേണ്ടി ഈ ജായിറായ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ അദ്ദേഹം ആയിരുന്ന സമയത്ത് അദ്ദേഹം പയ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്നോ സുബ്ഹാനല്ലാഹ്ന്നോ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതില്ലാതെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം പ്രസ്താവന ഇറക്കിയല്ലോ, ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അതിലെന്താ കുഴപ്പം? അത് ഹദീസിലുണ്ട്. എന്താ പറഞ്ഞേക്കണത്? ആരെങ്കിലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലിയാൽ ലം യദുറഹു ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊരു വസ്തുവിനെ കൊണ്ടും അവന് ശല്യമുണ്ടാകുന്നതല്ല, അരക്ഷിതത്വം ഉണ്ടാകുന്നതല്ല, സുരക്ഷിതത്വ രാഹിത്യത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നതല്ല.
അപ്പൊ ഇന്ത്യൻ മുസ്ലിങ്ങളെല്ലാവരും രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ആ ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളില്ലേ, അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അത് ഇന്ത്യൻ മുസ്ലിം. അവിടെ കാന്തപുരം ഉസ്താദിന് തെറ്റുപറ്റിയത് ചെറിയ ഒരു പ്രയോഗത്തിലാണ്. അതായത് ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത്. ലോക മുസ്ലിങ്ങൾ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഫലസ്തീനിലും ലോകത്തെ എവിടെയുമുള്ള മുസ്ലിങ്ങൾ, അത് മുമ്പൊരു അവിവേകി കൂട്ടം വികാരജീവികളായ കുറെ പിള്ളേര് പറഞ്ഞില്ലേ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അപ്പൊ പേഴക്കാപ്പള്ളിയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ് ആ കിടാങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞതാണ് കുഴപ്പം. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞെങ്കിൽ അതിലാണ് കുഴപ്പം പറ്റിയത്. ഉസ്താദ് പറയേണ്ടിയിരുന്നത് ലോക മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ട്. എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് ചൊല്ലിക്കൊണ്ട് ഇറങ്ങണം. സുരക്ഷിതരല്ലേ? ഇതൊരു ആലിമ് പറയേണ്ട കാര്യമാണല്ലോ. അതാണല്ലോ ഉസ്താദ് പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാ ഈ മാതിരി കിടന്ന് മെക്കിട്ട് കയറുന്ന ഉസ്താദിനോട്? എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഒന്നും കൂടി ആ കിതാബൊക്കെ എടുത്ത് നോക്ക് കേട്ടോ. പിന്നെ അതും മാത്രല്ല, ഇപ്പൊ സമസ്തയുടെ കുനിയേല് സമ്മേളനം നടന്നു. അപ്പൊ ആളുകൾക്ക് കുനിയായിരുന്നു പ്രശ്നം. കുനിയത്ത് കുനിയത്ത കുനീന. അത് കഴിഞ്ഞ് കുനിയല് കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം കുനിയാതെ ഡൽഹിക്ക് പോയി അല്ലേ? അപ്പൊ അതായി പ്രശ്നം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ EK ഗ്രൂപ്പാണെങ്കിലും AP ഗ്രൂപ്പാണെങ്കിലും അത് സാധാരണ പറയാറുള്ളത് യാഥാസ്ഥിതിക മത സംഘടനകളാണ്. മുസ്ലിങ്ങളിലെ യാഥാസ്ഥിതികരുടെ സംഘടനകളാണ് EK സമസ്ത, AP സമസ്ത. അപ്പൊ ഒന്നാമതായിട്ട് ഈ സുന്നികൾ മനസ്സിലാക്കണം, ഈ യാഥാസ്ഥിതികർ എന്ന് നിങ്ങളെ വിളിക്കരുത്, ചീത്ത വിളിക്കരുതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രിട്ടനിലെ യാഥാസ്ഥിതിക പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി എന്നും പറഞ്ഞൊരു പാർട്ടിയാണ്. അവരത് സ്വയം ഇട്ടേക്കണ പേരാണ്. അപ്പൊ യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞ അതേ സ്ഥിതിയിൽ തന്നെ നിലകൊള്ളുന്നവരെന്ന അർത്ഥം. സുന്നികളായ നമ്മള് റസൂലുള്ളാഹിയും സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും പഠിപ്പിച്ച അതേ സ്ഥിതിയിൽ തുടരുന്നവരല്ലേ? അപ്പൊ നമ്മളെ യാഥാസ്ഥിതി എന്ന് തന്നെ വേണ്ട വിളിക്കാൻ. ഇനി അറബിയിലുള്ള പേരാണെങ്കിലോ മുഹാഫിളൂൻ, മുത്തഹഫിളൂൻ, മുസ്തഖീമൂൻ. നമ്മൾ ഇസ്തിഖാമത്തുള്ളവരാണ്, മുഹാഫിളത്തുള്ളവരാണ്, തഹഫുളുള്ളവരാണ്. അതല്ലേ ഉണ്ടാവേണ്ടത്. അതുണ്ട് എന്ന് മുജാഹിദുകൾ നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചൂടാവുകയാണ്. ഇനി ചൂടാവരുതാരും കേട്ടോ. അപ്പൊ നമ്മൾ കൺസർവേറ്റീവുകളാണ്, യാഥാസ്ഥിതികരാണ്, കൺസർവ് ചെയ്യാണ് ചില പാരമ്പര്യങ്ങളെ, ചില മൂല്യങ്ങളെ, ചില ആചാരങ്ങളെ, ചില അനുഷ്ഠാനങ്ങൾ. അങ്ങനെ കൺസർവ് ചെയ്യുന്ന നമ്മള് കുനിഞ്ഞും നിവർന്നും കിടന്നും ഒക്കെ പലതും നമ്മളിങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ ആളുകൾ നിങ്ങളെന്തേ പോരാടാത്ത, നിങ്ങളെന്തേ വിപ്ലവം നടത്താത്ത, നിങ്ങളെന്തേ പ്രതികരിക്കാത്ത, നിങ്ങളെന്തേ പ്രതിഷേധിക്കാത്ത, നിങ്ങളെന്തേ മമ്പുറം സൈതലിവി തങ്ങളുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാത്ത, നിങ്ങളെന്തേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഇടപെട്ട പോലെ ഇടപെടാത്ത എന്നൊക്കെ ചോദിക്കണം. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, ഇത് ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി ബഹുമാന്യനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് കണ്ണോക്ക്, അടിയന്തരം, ബറാഅത്ത് ദിനാചരണം, ആണ്ട് നേർച്ച, മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അടിയന്തരം നടത്താൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അമ്പട വഹാബികളെ, അവിടെ ഞങ്ങളുടെ രണശൂരത ഞങ്ങൾ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സമസ്ത, അവിഭക്ത സമസ്ത, EK സുന്നിയുടെ AP സുന്നിയുടെയും മാതൃസംഘടനയായ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടല്ലോ, അത് ഫിഡൽ കാസ്ട്രോ സ്ഥാപിച്ച സംഘടനയല്ല, അത് ചെഗുവേര സംഘടിപ്പിച്ച സംഘടനയല്ല, ഇത് ചാരു മജുംദാർ സംഘടിപ്പിച്ച സംഘടനയല്ല,
ഇത് കനു സന്യാല് രൂപീകരിച്ച സംഘടനയല്ല. അങ്ങനത്തെ സമസ്ത വിപ്ലവം നടത്തണമെന്നാണോ നിങ്ങൾ പറയണേ? ഒന്ന് പോയി പണിയൊക്കെ ചങ്ങാതിമാരെ. അപ്പൊ ഒരു സംഘടനയിൽ നിന്ന് അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തിന് അനുസൃതമായ കാര്യങ്ങളെ പ്രതീക്ഷിക്കാവുള്ളൂ. അത് ഏതൊന്നിനു വേണ്ടിയിട്ടാണോ സ്ഥാപിക്കപ്പെട്ടത് അതിൽ അത് അടിയുറച്ചു നിൽക്കുന്നുണ്ടോ, ഇസ്തിഖാമത്തുണ്ടോ എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് പോരാളികളുടെ ഒരു കൂട്ടമല്ല, ഗറില്ലകളുടെ ഒരു കൂട്ടമല്ല ഇ.കെ. സമസ്ത, എ.പി. സമസ്ത എന്നൊക്കെ പറയണത്. ഇ.കെ. ഉസ്താദാണെങ്കിലും എ.പി. ഉസ്താദാണെങ്കിലും ഗറില്ല പോരാളികളൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോരാട്ടത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സാമ്രാജ്യത്വ വിരുദ്ധതയെക്കുറിച്ച്, അധിനിവേശ വിരുദ്ധതയെക്കുറിച്ച്, ഫാസിസ്റ്റ് വിരുദ്ധതയെക്കുറിച്ച് കണ്ണി കണ്ട മാസികയൊക്കെ വായിച്ചു നോക്കി കുറെ വിവരം ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ആവണം ഇ.കെ. ഉസ്താദ്, എ.പി. ഉസ്താദ്, പേരോട് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാലേ അത് ഇവിടെ ഒന്ന് പറയണ്ട കേട്ടോ. അത് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് യാഥാസ്ഥിതികർ അവരുടെ തനിമ, അവരുടെ കൃത്യമായ ഐഡന്റിറ്റി, അവരുടെ സ്വത്വം, അവരുടെ പാരമ്പര്യം അത് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ ആധുനിക സമൂഹം, നാഗരിക സമൂഹം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാലോ, അന്തമാൻ ദ്വീപിലെ നിക്കോബാർ ദ്വീപുകളിലൊക്കെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. സെന്റിനലീസ് എന്ന മറ്റു പറയുന്ന ഒരു ഗോത്രവർഗ ജനവിഭാഗമാണ്. സിവിലൈസ്ഡ് ആയിട്ടുള്ള, അതായത് നാഗരികരായിട്ടുള്ള ആളുകളെ കണ്ടാൽ അവരെ അമ്പെയ്ത് വധിക്കുന്ന ഒരു പ്രകൃതം അവർക്കുണ്ടത്രേ. പക്ഷെ ഗവൺമെന്റ് അവർക്കെതിരെ അതിന് നടപടി എടുക്കാറില്ല. കാരണം ആ ജനവിഭാഗം അവരുടെ തനിമയും പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവിഭാഗം, ഈ ഗോത്രവർഗ ജനവിഭാഗം അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ വസിക്കുന്ന പ്രദേശത്തിന്റെ 9 കിലോമീറ്റർ ചുറ്റളവ് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യാഥാസ്ഥിതിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പതിഷ്ണുക്കൾ എന്ന് വിചാരിക്കുന്ന അവകാശപ്പെടുന്ന ആളുകൾ, ഉൽപ്പതിഷ്ണുവിന്റെ അർത്ഥം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ പാടില്ല. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇന്നാള് ചെറുക്കൻ എന്നോട് ചോദിച്ചു. അപ്പൊ അവൻ ചോദിക്കുക ഉഷ്ണത്തിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. പിള്ളേർക്ക് ഒന്നും അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഇരുന്നിട്ട് അടിച്ചു വിടും. അവൻ യാഥാസ്ഥിതികനാണ്, ഇവൻ ഉൽപ്പതിഷ്ണുവാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ യാഥാസ്ഥിതിയെ ശല്യം ചെയ്യാൻ പോണ്ട. അവർ അവരുടെ യഥാസ്ഥിതി അത് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്തുള്ള പോലെ സംരക്ഷിക്കാൻ അനുയോജ്യമായ, അതിന് അനുരോധമായ നടപടികളുമായി അവർ മുന്നോട്ട് പോകും. ഇന്ന് എല്ലാ ജനവിഭാഗങ്ങളിലും യാഥാസ്ഥിതികർക്കാണ് വളക്കൂറുള്ളത്. കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ SSLC ഒക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി തലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും. ഇപ്പൊ അതല്ല. ഇപ്പൊ പിള്ളേരൊരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തന്നെ ജീവിതത്തിന്റെ വസന്തമൊക്കെ അവർ അനുഭവിച്ച് തീരും. പിന്നെ അവർക്ക് പലതരത്തിലുള്ള മനസാക്ഷി കുത്തുകൾ വരും. അപ്പോൾ പിന്നെ അവർക്ക് കുറ്റബോധം, ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണം, ആധ്യാത്മികമായ ദാഹമൊക്കെയായി. ഈ ദാഹത്തെ ശമിപ്പിക്കാൻ സുന്നികളിലും മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുരോഗമനവാദികളൊന്നുമല്ല, തനി യാഥാസ്ഥിതിക പ്രാകൃത വിഭാഗങ്ങൾ മുജാഹിദുകളിൽ ഇപ്പോൾ ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന മായാവി കഥകളും കപോല കൽപ്പിതങ്ങളും ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതികത്വത്തിന് മാത്രമാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഈ ആത്മീയമായ ത്വരയെ, ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയുള്ളൂ. അവിടേക്ക് നിങ്ങൾ ഈ പുരോഗമനവാദവും ഈ പോരാട്ടത്തിന്റെ ചരിത്രങ്ങളും അതിൻ്റെ സമകാലികമായ ആവശ്യകതയൊക്കെ ആയിട്ട് ചെന്നാലേ അതൊന്നും ചെലവാകാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. ഹല്ലൂ സബീലഹും, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അതാണ് അവരുടെയും നിങ്ങളുടെയും എല്ലാ തരത്തിലുമുള്ള തന്തുരുസ്തിക്ക് നല്ലത് എന്ന് മാത്രം ആണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്.